ഷിജാസ് ഓട്ടിസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് മണ്ണാർക്കാട് പൊട്ടശ്ശേരിയിലുള്ള ഓട്ടിസം ഷിജാസിനെമാതിരി ഓട്ടിസമുള്ള ഒരു കുട്ടിയുണ്ട്, സുജിത്തായിട്ടാണ് പരിചയപ്പെടുന്നത്. ഓട്ടിസം പലതരത്തിലുണ്ട്. വളരെ മോശം അവസ്ഥ, സാധാരണ അവസ്ഥ, നോർമൽ അവസ്ഥ, പിന്നെ 7th സ്കില്ല്, ഒരുപാട് ബുദ്ധി, മനുഷ്യനേക്കാളും ഒരുപാട് ബുദ്ധിയുള്ള. അപ്പം നമ്മളിവിടെ അങ്ങനത്തെയുള്ള 7th സ്കില്ലുള്ള സുജിത്തിനെയാണ് പരിചയപ്പെടുന്നത്. സുജിത്തിന് കണക്കിലൊക്കെ ഒരുപാട് കഴിവുകളാണ് ഉള്ളത്. അതിലാണ് അവനിക്ക് കൂടുതൽ കഴിവുള്ളത്. ഈ കലണ്ടർ കണക്കുകളൊക്കെ ഏത് ഡേറ്റ്, ദിവസം, വർഷം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ആഴ്ചകൾ പറയും. പിന്നെ കണക്കുകൾ ഏത് ചോദിച്ചാലും നമ്മൾ അതൊക്കെ കൂട്ടി പറയും. മൂപ്പര് അപ്പം തന്നെ കൂട്ടി പറയും. അങ്ങനെ പ്രത്യേക കഴിവുള്ളവരാണ്. അപ്പം നമ്മൾ ആ കുട്ടീൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് സുജിത്തിൻ്റെ അമ്മ. അമ്മൻ്റെ പേരൊക്കെ ഒന്ന് സുധ. വീട്ടമ്മയാണ് ഇല്ലേ? ഇത് സുജിത്ത്, മകന് പേര് സുജിത് കൃഷ്ണൻ അല്ലേ? അച്ഛൻ ഞാൻ അനന്തകൃഷ്ണൻ, ബാങ്കിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഏത് ബാങ്കിലുണ്ടായിരുന്നു? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഇല്ലേ? റിട്ടയർ 5-6 വർഷമായി. ഓ, നിങ്ങൾ മണ്ണാർക്കാട് പൊറ്റശ്ശേരി സ്ഥലം അല്ലേ? കാഞ്ഞിരപ്പുഴ റൂട്ടിലാണ് ഞങ്ങളെ വീട്, പൊറ്റശ്ശേരി പഞ്ചായത്ത്. അപ്പോൾ വീട് എവിടെയാണെന്നുള്ളതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലാണ്. അവിടെ പൊറ്റശ്ശേരി എന്നുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങൾ താമസിക്കുന്നത്. സുജിത്തിൻ്റെ കഴിവിനെ പറ്റിയിട്ട് ഈ കലണ്ടറിലൂടെ നമുക്ക് ചോദിക്കാം. ഇത് 2024 ഒക്ടോബർ മാസത്തെയാണ്, 14-ാം തീയതി. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ, അത് മാറ്റി പറയണം. ഇത്ര തീയതി 2024 ഒക്ടോബർ മാസം 14-ാം തീയതി ഏതാഴ്ചയാണെന്നാണ് ചോദിക്കുന്നത്. തിങ്കളാഴ്ച. തിങ്കളൊന്നും കണ്ടല്ലോ ഇവിടെ. ഇനി എന്താണ്? ഇനി നവംബറിൽ നോക്കാം. 2024 നവംബർ മാസം 13-ാം തീയതി. ഇതാ ബുധനാഴ്ച. ഇനി എന്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയും? 23/11/1975. ഞായറാഴ്ച. ശരിയാണ്, കറക്റ്റാണ്. ഇനി ഷായും ഒന്ന് പറ. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 1998 ജൂൺ 7. ചൊവ്വാഴ്ച. അല്ലേ? അതെ. 2024 ഏത് മാസം? ജനുവരി മാസം 10-ാം തീയതി. ഇതിലേക്ക് കാണിക്കട്ടെ. 10-ാം തീയതി ബുധനാഴ്ച. ബുധൻ നമ്മോട് കാണിച്ചല്ലോ. ഇനി വരാൻ പോണ മാസത്തെ ഇതിപ്പോ എത്ര വർഷത്തെ വേണമെങ്കിലും പറയില്ല ഇങ്ങനെ. ഏത് വർഷത്തെ, ഇപ്പൊ എത്ര പഴക്കമുള്ള വർഷത്തെ വേണമെങ്കിലും. പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഞങ്ങൾ ഈ കഴിവ് തിരിച്ചറിഞ്ഞത് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് സ്കൂളിൽ ഇങ്ങനെ കലണ്ടർ നമ്മൾ ഈ ഇപ്പൊ 2024 25ത്തെ കലണ്ടർ അവൻ നേരത്തെ ഉണ്ടാക്കും, സ്വയം ഉണ്ടാക്കും. അത് അവന് ഇഷ്ടമായിരുന്നു. അതിന് ഷീറ്റ് ഞങ്ങളുടെ നിന്ന് വാങ്ങും. എന്നിട്ട് കലണ്ടർ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ കുട്ടി കലണ്ടറിൽ എന്തോ ചെറിയ കുട്ടിയാകുമ്പോ സ്കൂൾ പഠിക്കില്ല 4-ലും 5-ലൊക്കെ. എന്നിട്ട് അത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പച്ച, മഞ്ഞ അങ്ങനെ കളറിൽ വ്യത്യസ്ത കളറിലെ പെന്ന് കൊടുക്കും. ഇതേപോലെ വരച്ച് അവൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചുവപ്പ്, പച്ച അങ്ങനെ കളറായിട്ട് അച്ഛൻ്റെ ബാങ്കിൻ്റെ കലണ്ടറിൻ്റെ അതേപോലെ അവൻ അച്ഛൻ്റെ ബാങ്കിൻ്റെ പറയുക. അതൊരു നീലയായിരുന്നു നമ്പറുകൾ. അതൊക്കെ അതേപോലെ വരച്ച് അവൻ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അവന് ഈ ഇങ്ങനെ കലണ്ടർ മേക്കിങ്ങിൽ എന്തോ ഒരു പ്രത്യേകത അവനുണ്ട് എന്ന് മനസ്സിലാക്കി. ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് നമുക്കൊന്ന് എഴുതിപ്പിക്കാം. ഇനിയിപ്പോ പുതിയ വർഷത്തെ കലണ്ടർ ഒന്ന് നോക്കാം നമുക്ക്. ഇത് 2025 വർഷത്തെ കലണ്ടറാണ്. അതിൽ 22-ാം തീയതി, 2025 വർഷത്തിൽ 22-ാം തീയതി ജനുവരി മാസം. ബുധനാഴ്ച. ബുധനാഴ്ച തന്നെ പറഞ്ഞത്. ആര് കലണ്ടറെ നോക്കിയിട്ടില്ല. ഷായിമിയതാ പറയണത്. ഡേറ്റ് പറ. 2025 ജൂൺ 7 7-ാം തീയതി ഇല്ല? ഇതാ 7-ാം തീയതി ശനിയാഴ്ച. കറക്റ്റന്നതാ നോക്കുക. ശേഷി കുട്ടികളുടെ കഴിവുകൾ
ഓട്ടിസം കുട്ടികൾ കഴിവില്ലാത്തവരാണെന്നൊക്കെ പറയും. അപ്പോൾ കഴിവുള്ള കുട്ടികളും ഉണ്ട്, നല്ല 7th സ്കില്ലുള്ള കുട്ടികളും ഉണ്ട്. ഇതിപ്പോൾ എത്ര വർഷത്തെ വേണമെങ്കിലും പറയും, വരാൻ പോണതും പറയും, കഴിഞ്ഞു പോയതും പറയും, ഏത് വർഷത്തെ വേണമെങ്കിലും പറയും ഡേറ്റ്. ഇതിന് തുടക്കത്തിൽ ചെറിയൊരു തരാറുണ്ട്. ഈ ലീപ് ഇയർ 4 വർഷം കൂടുമ്പോൾ ഒരു ഡേറ്റ് മാറുന്നില്ലേ, അത് ആദ്യം കുട്ടിയാകുമ്പോൾ അവൻ അതൊരു മിസ്റ്റേക്ക്, പിന്നെ അവനെ റെക്ടിഫൈ ചെയ്തു, കണ്ടുപിടിച്ചു. 4 കൊല്ലം കൂടുമ്പോൾ ഫെബ്രുവരി 29 വരില്ലേ, ഒരു ദിവസം മാറും. അത് വെച്ചിട്ട് പോകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യും. തുടക്കത്തിൽ അവൻ അതറിയില്ല. നാടകല്ലേ പറഞ്ഞൊക്കെ ഇതെങ്ങനെ കാണാപ്പാടം പഠിക്കുക, ഗൂഗിളിൽ നോക്കി പഠിച്ചത് അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുന്നത്. അത് മനസ്സിൽ കണക്കൂട്ടും. അതിന്റെ തലച്ചോറിന്റെ പവർ. വർഷത്തിൽ 4 വർഷം കൂടുമ്പോ ഒരു ദിവസം മാറും. അതടക്കം അവർ കണക്കാക്കിയിട്ടാണ്. ചെറിയ കുട്ടിയാകുമ്പോ അതറിയില്ല. പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പൊ ആ ഒരു പ്രശ്നം അപ്പൊ ഒരു 10-50 കൊല്ലം മുമ്പേ ആകുമ്പോ അത്രയും ലീപ് ഇയർ കണക്കാക്കിട്ട് വേണം. 50 വർഷത്തിന് മുമ്പാണെങ്കിൽ അതിനനുസരിച്ച് കണക്കാക്കണം. ഈ 4 × 50 അത്രയാണ് കൂട്ടണം. കമ്പ്യൂട്ടർ ബുദ്ധിയാണ് അതുപോലെ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ അപ്പുറത്തുള്ള ബുദ്ധി ആവുള്ളൂ. സിജത്തിന്റെ പവർ. വർഷം 1992, പിന്നെ മാസം ജാനുവരി, ഡേ 24, ഡേറ്റ് 24, 1992 24 ജനുവരി 24. വെള്ളിയാഴ്ച. എത്ര ഞങ്ങൾക്കറിയില്ലേ. ഇനി വേറെ ചേട്ടന്മാരിന്റെ അതിന്റെ അച്ഛന്റെ ഒക്കെ ഉണ്ടെങ്കിൽ 32 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. 32 വർഷം മുമ്പത്തെ കാര്യമാണ്. 4 വർഷം കൂടുമ്പോ ഒരു ദിവസം മാറും. അതിന്റെ അടക്കം കണക്കാക്കിട്ട് വേണം പറയണേ. ഞാൻ അവൻ ജനിച്ചിട്ട് പോലും ഇല്ല അന്ന്. അനിയന്റെ ചോദിക്കാം. അനിയന്റെ ചോദിച്ചോളൂ. ഡിസംബർ 5, 1993. ഞായറാഴ്ച. കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആളെ കണ്ടില്ലേ. പക്ഷെ അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എങ്ങനെയാ നമ്മള് ആ കൊല്ലാണ് ജനിച്ചത്. ഇനി ആദ്യം കണ്ടെങ്കിൽ ഇനി നമുക്ക് കണക്കിന്റെ നമ്മ ചോദിക്കാൻ പോണത് എത്ര? 3 ഡിജിറ്റാ? 3 ഡിജിറ്റിന്റെ 2 ഡിജിറ്റ് ചോദിച്ചു. അതെ, 3 × 2 ഇരിക്കില്ലേ. അപ്പൊ നീ ഇവിടെ അടിക്ക്. 3 ഉണ്ടാക്കാം. ആ, അതിന്റെ ആൻസർ കൊടുത്തി. ഇത്തിരി സൗണ്ടിൽ ചോദിക്കണം കേട്ടോ. അല്ല, നീ ഇവിടെ കാണുന്നില്ല. 352 × 97. നോക്കട്ടെ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതെ, നോക്കിയതാ. എത്ര എഴുതി കൂട്ടിയാൽ തന്നെ നമുക്ക് രണ്ടും നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഇന്നലെ വേഗം എടുത്തു അവിടെ കണ്ടില്ലേ. ചോദിച്ചോ. 78 × 52. 4056. നോക്കട്ടെ. എന്താ നോക്കാനുള്ള? അവിടെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നോക്കാനൊന്നുമില്ല. ഉത്തരം പറഞ്ഞു കഴിയും. അവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൽ എഴുതുന്നത്. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നമുക്ക് ഇവിടെ കാണണല്ലോ. ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയണ്ടേ, പ്രേക്ഷകർക്ക് അറിയണ്ടേ എന്താണെന്നുള്ളത്. അതന്നെയാണ് പറയുന്നത് അറിയണ്ടേ. അടിക്കുന്ന സമയം എടുക്കുള്ളൂ അവൻ ഉത്തരം പറയും. ആ, അതെ. നമ്മൾ കാൽക്കുലേറ്ററിൽ കണക്കാക്കിയിട്ട് ഉത്തരമൊക്കെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവരും അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട്. 45 × 16. 720. ഇനി എന്താണ്? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണുന്ന ഒരു കുട്ടീനെ.
ഞങ്ങളെ ഇവനെ തൊഴുതുകൊണ്ടിരിക്കുക. സ്റ്റേജിൽ അവതരിക്കുമ്പോഴേ ചെറിയൊരു ടെൻഷൻ അങ്ങനെ ഉണ്ടോ ഞങ്ങൾക്ക് സംശയമാണ്. കാരണം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിനെ ആ അതെ അതെ അവൻ വെറുതെ അങ്ങട് ഒരു വലിയ സംഖ്യ അങ്ങനെ ആ എത്ര വേഗം അങ്ങനെ കാക്കുന്നില്ലേ അപ്പൊ അവൻ ചിന്തയാണ്. ഇത്രയും ഓഡിയൻസ് ഉള്ളപ്പോഴേ ഡിസ്റ്റർബൻസ് ഇന്നലെ ഞാൻ കരുതി ഇതുപോലെ അതുണ്ടാവും, TV യില് ഇവർക്ക് സാറ് അങ്ങനെ ചോദിച്ചപ്പോ അവൻ ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അപ്പൊ അവൻ ചിന്തിക്കുകയാണ്. ഇതാകാണ്. അത് ഞാൻ ശ്രദ്ധിച്ചു, വീഡിയോയിൽ ശ്രദ്ധിച്ചു. ഇനി അവന്റെ ക്വാളിറ്റി വരെ നല്ല കയ്യക്ഷരാണ്. അതൊന്ന് ഈ സുജിത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നോക്കിക്കോളി, അത് എഴുതാൻ വേണ്ടി കൊടുക്കണ്. സുജിത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് മൈ നെയിം ഈസ് സുജിത് കൃഷ്ണൻ. മൈ നെയിം ഈസ് സുജിത് കൃഷ്ണൻ. ഇവിടെ എടുക്കും. ഇത്രയും കാര്യങ്ങള് പിന്നെന്ത് തെറ്റവർക്ക് വരാനുള്ളത്. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്താ ഈ കുട്ടി ആൻഡ് മദർ ഈസ് സുധ. പക്ഷെ അവനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതാണ്. ഓ മലയാളം എഴുതും, ഹിന്ദി അറിയാം, ഹിന്ദി അറിയും. ഇപ്പൊ ഇന്നലെ ഹിന്ദി പാട്ട് പാടി മോളെ. സുജിത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തിയുള്ള ലെറ്ററാണ്. ആ ലൈൻസ് ഒക്കെ കണ്ടോ? ആ അതെ, തെറ്റാതെ വളയാതെ കണ്ടില്ലേ. നമ്മൾ എഴുതിയ ഇവിടുന്ന് ഇവിടേക്ക് പോകും. എല്ലാ ഭാഷയും എഴുതും. ജോലി ചെയ്യണത് സുജിത്ത് ഇപ്പൊ എവിടെ ജോലി ചെയ്യണത്? SB പൊറ്റശ്ശേരി. പൊറ്റശ്ശേരി SBI SBയിലാണ് അപ്രന്റീസ് ആയിട്ട്. എത്ര മാസമായി? എന്നാ ജോയിൻ ചെയ്തേ പറയൂ. ഓഗസ്റ്റ് മാസത്തിലാണ്. ഡേ പറയൂ. ഓഗസ്റ്റ് എന്നായിരുന്നു? വ്യാഴാഴ്ച 1-ാം തീയതി. അപ്പൊ എങ്ങനെയാണ് സുജിത്തിന് ഇങ്ങനെയുള്ള പല കഴിവുകളും ഉണ്ട് കണക്കില്. അങ്ങനെ നമ്മുടെ ഓട്ടിസം കുട്ടികൾ അത്ര മോശമുള്ള കുട്ടികളൊന്നും അല്ല, ഒരുപാട് കഴിവുള്ള 7th സ്കില്ലുള്ള കുട്ടികളാണ്. ഇവർക്ക് കണക്കിലാണ് ഒരുപാട് കഴിവ് സുജിത്തിനുള്ളത്. ഇവർ ഗൂഗിളിൽ ഏതൊക്കെ സെർച്ച് ചെയ്ത് കണക്കാക്കാൻ പറ്റുമോ ആ കണക്കുകളൊക്കെ കണക്കാക്കി പറയും. അങ്ങനെയല്ലേ ഡേറ്റ് കലണ്ടറിൽ വരുന്നത്, ഗൂഗിളിൽ കാണാൻ പറ്റുന്നത് ഇല്ലേ? ആ അങ്ങനെയാണ്. അതേമാതിരി കണക്കും അങ്ങനെ തന്നെയല്ലേ, ഡിജിറ്റല് ഗൂഗിളിൽ കിട്ടുന്ന ഡിജിറ്റല് അത്രയും കണക്കാക്കി പറയും. അത്രയും കഴിവുള്ള ആളാണ് സുജിത്ത്. അപ്പോൾ സുജിത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചോദിച്ചറിയണമെന്നുണ്ട്. അപ്പോൾ സുജിത്തിന് ഈ ഓട്ടിസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അത് എവിടെയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചത്, എവിടെയൊക്കെ നിങ്ങൾ അതിനു വേണ്ടി യാത്ര ചെയ്ത് ഒന്നും പറഞ്ഞാൽ തെറ്റില്ല. ഞങ്ങൾ ബൈ ബർത്ത് അവന് ഒന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. എന്ന് വെച്ചാൽ അവൻ്റെ ജനനാണെങ്കിലും പിന്നെ മൈൽ സ്റ്റോൺസ് എല്ലാം അവൻ്റെ കറക്റ്റ് ചെയ്തു, നടത്തം, മുട്ടുകുത്തൽ അങ്ങനെയെല്ലാം. അപ്പം നമുക്ക് പിന്നെ ഒരു 4.5 വയസ്സൊക്കെ ആയിട്ടും നന്നായി സംസാരം, നമ്മളെപ്പോലെ മുഖത്ത് നോക്കി സംസാരം, ഐ കോണ്ടാക്റ്റ് ആണല്ലോ ഇവർക്ക് പ്രധാനം കുറവ്. അങ്ങനെയൊക്കെ കുറവ് വന്നപ്പോൾ നമുക്കിങ്ങനെ സംശയം, എന്താ മൂത്ത മോനെ പോലെ സംസാരം കുറവാണല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പ്രത്യേകത അന്നത്തെ കാലത്ത് അറിയില്ല, കാരണം 26 വർഷം മുമ്പെയാണ്, 27 വർഷം മുമ്പെയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പം ഞങ്ങൾ വെറുതെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു സൈക്യാട്രിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഓട്ടിസം എന്നുള്ളൊരു പ്രത്യേകത. അപ്പം നമുക്കത് എന്താ പറയുക, അന്ന് നമ്മൾ പകച്ചു നിന്നൊരു കാലമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നിംഹാൻസിലേക്ക് പോവുക, ബാംഗ്ലൂർ നിംഹാൻസിലേക്ക് പോവുക, അവിടുന്ന് ഒരു ട്രെയിൻ, ഇതിനൊരു മെഡിസിൻ ഇല്ല. ആദ്യം അത് മനസ്സിലാക്കുക, ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ കുട്ടിക്ക് മാക്സിമം എങ്ങനെ കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ അവന് ട്രെയിനിങ് കൊടുക്കണോ, അതുപോലെ അതിന് ആ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ഒരിക്കലും. ഞാൻ ആദ്യം വിഷമിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് നമ്മൾ അറിയുമ്പോഴൊരു അത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്രണ്ട് പ്രവർത്തിക്കുക അനുസരിച്ച് കുട്ടിക്ക് മാറ്റം വരും പറയും. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കാതെ പെട്ടെന്ന് നിംഹാൻസ് പോയി. അവിടെ പോയപ്പോൾ അവനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല, നമുക്ക് കുറച്ച് ക്ലാസ് തരികയാണ്, ട്രെയിനിങ് തരിക. അങ്ങനെ ഞങ്ങൾ 2 തവണയായിട്ട് നിംഹാൻസ് പോയി. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടിയോ അതാണ് അവൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. കാരണം ഓരോ കാര്യങ്ങൾ അവന് പരിചയപ്പെടുത്തുക, ലോകം എന്താണെന്ന് എവിടെ പോകുമ്പോൾ അവനെ കൊണ്ടുപോയി. പഠിപ്പാണെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ അവനെ അങ്ങനെ വിട്ടിട്ടില്ല, നോർമൽ സ്കൂൾ അത് കുറച്ച് കാലം 1 വർഷത്തോളം പോയി. അവിടുന്ന് നേരിട്ട് സാധാ സ്കൂളിൽ കൊണ്ട് എക്സാം എഴുതിപ്പിച്ച് പിന്നെ അവൻ +2 വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് അവനെ വലിയ കോളേജിലേക്ക് അവന് അഡ്മിഷൻ കിട്ടുമായിരുന്നു. കാരണം 78% മാർക്കിലൊക്കെ അവൻ സ്വയം പരീക്ഷ എഴുതിയതാണ്.
ഇന്റർപ്രറ്ററും ഇല്ല ഒന്നുമില്ല. കാരണം അവനത് പറ്റുന്ന അറിഞ്ഞോണ്ടാ അതിലേക്ക് എത്താൻ കുറെ ഞാൻ സെപ്പറേറ്റ് നോട്ട് എഴുതിയിട്ടും രാത്രിയൊക്കെ ഇരുന്ന് അവൻ വരുമ്പോഴേക്കും അവന് ഓരോ സബ്ജക്റ്റിനും ഓരോ പാഠത്തിനും വേറെ നോട്ട്സ് തയ്യാറാക്കും. അങ്ങനെ പിന്നെ അത് അവനിങ്ങനെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് പഠിപ്പിച്ച് അങ്ങനെയാണ് അവൻ പരീക്ഷ എഴുതുക. പക്ഷേ പരീക്ഷയിലൊക്കെ അവൻ നല്ല 68-78 മാർക്കിലാണ് അവൻ +2 ഡിഗ്രിയൊക്കെ പാസ്സായത്. പിന്നെ ഡിഗ്രിക്ക് MESലൊക്കെ ഞങ്ങളുടെ തൊട്ട് നിയറസ്റ്റ് കോളേജ് MES അവിടെ വിടാൻ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ഒരു ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ സെൻറ്ററിൽ അത് സാധാരണ കുട്ടികളുടെ അപ്പോൾ ദിവസം പോയി വരേനെ അവിടെ വിട്ടു. അങ്ങനെ അവന് ഡിഗ്രി കിട്ടി. BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ വീട്ടിലിരുത്തുക എന്നുള്ളൊരു ഞങ്ങൾ അവന് ചെയ്തില്ല. അവനെ ഓരോ കമ്പ്യൂട്ടർ കോഴ്സ് പഠിപ്പിച്ചു. പിന്നെ ഓരോരോ കോഴ്സുകൾ അവനെ പിന്നെ BCom എടുക്കൊണ്ട് അവനെപ്പോഴും ചോദിക്കുമായിരുന്നു. മൂത്തമ്മൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത എഞ്ചിനീയർ. അപ്പോൾ അവനെന്നും ചോദിക്കും BCom എടുത്ത എന്താ അമ്മയെ ഞാൻ എനിക്ക് അവൻ്റെ ഭാഷയിൽ ചോദിക്കും എന്താവാ. അപ്പോൾ അച്ഛൻ ബാങ്കിലാണല്ലോ. അപ്പോൾ പറയും അച്ഛനെ പോലെ ബാങ്ക് പരീക്ഷ എഴുതിക്കുക. അങ്ങനെ ഒരു ഹോപ്പ് അവൻ്റെ ഇങ്ങനെ മനസ്സിൽ എന്നും ഞാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും BCom പഠിച്ചിട്ട് എന്താ ചെയ്യുക ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും അച്ഛനെ പോലെ ബാങ്ക് അങ്ങനെ പറഞ്ഞ് അവൻ അതിനോടൊരു ബാങ്ക് പിന്നെ അതിന് പറ്റിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ആദ്യമൊന്നും പുസ്തകം തൊട്ടിയിൽ എടുത്ത് അപ്പുറത്തേക്ക് ഇടും. വിഷമം അതൊക്കെ ഉണ്ടാവും. അതിൻ്റെതായ ആ ഫീച്ചേഴ്സ് കുറച്ച് കാട്ടാതിരിക്കില്ല. പക്ഷേ നമ്മൾ അതിനോട് പിന്നെ ഇങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടും പിന്നെ കമ്പ്യൂട്ടർ ആകുമ്പോൾ പൊതുവേ ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ അവന് കമ്പ്യൂട്ടറിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു അത് അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നല്ല പറഞ്ഞിട്ട് 5-6 വയസ്സ് മുതലേ അവൻ കമ്പ്യൂട്ടറായിട്ട് പരിചിതമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പോൾ അവന് ഈ കമ്പ്യൂട്ടറായിട്ടുള്ള അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഞങ്ങൾ ഹസ്ബൻഡിനും അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അതൊക്കെ അവൻ പഠിച്ച് ഇപ്പോൾ അവൻ സ്വയം ക്വസ്റ്റ്യൻസൊക്കെ അതിൽ തന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിച്ച് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെ അവനതിനൊരു ഇഷ്ടമായി. 5 തവണ SBIയിലെ മെയിൻ പ്രിലിമിനറി പാസ്സായി. 6ാമത്തെ തവണയാണ് ഇപ്പോൾ അവന് അപ്രൻറ്റീസായിട്ടാണ്. പക്ഷെ ഫൈനലിൽ എത്തുമ്പോൾ ചെറിയൊരു മാർക്കിനാണ് എപ്പോഴും പോവുക. നമ്മുടെ ഇത്തരം കുട്ടികൾക്ക് ഗവൺമെൻറ്റിൽ ഒരു എക്സാം നടത്തുമ്പോൾ ഓൾ ഇന്ത്യ ടെസ്റ്റ് ആണല്ലോ ബാങ്ക് ടെസ്റ്റ്. വേറെയും ബാങ്കുകളിൽ അവൻ അറ്റൻഡ് ചെയ്ത് RRB 2 തവണ കിട്ടിയതാണ് പ്രിലിമിനറി. പിന്നെ IBPSൻ്റെ വേറെയും ചില ബാങ്കിലൊക്കെ പിന്നെ പ്രിലിമിനറി കിട്ടിയതാണ്. പക്ഷേ ഫൈനലെത്തുമ്പോൾ ഇവരുടെ കട്ട് ഓഫ് മാർക്ക് സാധാരണ കുട്ടികളുടെ ഏകദേശം ഒപ്പമാണ്. കാരണം ഇവർക്ക് ഈ ഓട്ടിസം എന്നുള്ള കാറ്റഗറി ഇപ്പോൾ അടുത്ത കാലത്താണ് അത് ഇതിൽ വന്നത് തന്നെ. നമ്മുടെ കുട്ടികളൊക്കെ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ MR എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഗ്രൂപ്പുകളും ഇങ്ങനെയൊക്കെ ഒരു ബോധവൽക്കരണം നടക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സൊക്കെ അതിനു വേണ്ടി കുറേ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാവുമായിരിക്കും ഇപ്പോൾ കുറേ മാറ്റം വരുന്നുണ്ട്. ആവശ്യപ്പെട്ട PSCയിലാണെങ്കിലും ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ PSCയിലൊന്നും ഇവർക്കൊരു ഇത് വന്നിട്ടില്ല. പക്ഷെ ബാങ്ക് ടെസ്റ്റിൽ ഇപ്പോഴും 60 സാധാരണ കുട്ടികളുടെ അടുത്താണ് ഇവരുടെ കട്ട്. അതുകൊണ്ട് അവന് ഈ ഫൈനൽ എത്തുമ്പോൾ പിന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് മിനിമം ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ അളവുകൾ ഇവർക്ക് കൊടുക്കണം. ആ അളവ് ഇവർക്കില്ല. സെപ്പറേറ്റ് മിനിമം മാറ്റുക. പിന്നെ അവർക്ക് ഒരു പ്രത്യേകത കുറച്ചൊന്ന് അവരുടെ ഈ കട്ട് ഓഫ് ഒക്കെ ഒന്ന് താത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ കഠിനമായി പ്രവർത്തിക്കണം. അത് വേറെ വെച്ച്. പക്ഷേ ഇങ്ങനെ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ അതും കൂടെ നിങ്ങൾക്ക് പെടുത്താൻ പറ്റിയാൽ ഇത് നമ്മുടെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചെറിയ ചെറിയ അളവുകൾ എന്തായാലും കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഒരു സംഭരണം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് സംഭരണം ഉണ്ട് പറയലാണ്ട് ഓട്ടിസം കുട്ടികളുടെ കാര്യം വരുമ്പോൾ അവിടെ ഇല്ല. മറ്റു വികലാംഗര് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാവും. ഡെഫ് ആൻഡ് ഡംബിന് വിഷ്വൽ അവർക്കൊക്കെ നല്ല ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അത് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സാധാരണ ഗവൺമെന്റ് ഒരു കണക്കാണ്. ഇവർക്ക് ബുദ്ധിക്കല്ലേ പ്രശ്നം. ബുദ്ധിന്റെ കാര്യം കൊണ്ട് അങ്ങനെ ഇവര് കൈകാര്യം ചെയ്യുന്നതാണ് അവർ കണക്കാക്കുന്നത്. പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ മോനിലൂടെ അതൊരു മാറ്റം വരികയാണ്. കാരണം അവനിപ്പോ ഇതുമാതിരി ബുദ്ധി ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്നത് അവൻ നന്നായി ബാങ്കിൽ ചിട്ടയായിട്ട് അവൻ കമ്പ്യൂട്ടറിൽ ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞു അവന് അധികം സ്പീച്ചിന്റെ കുറവ് അവനുണ്ടല്ലോ. അതുകൊണ്ട് അവന് കസ്റ്റമേഴ്സായിട്ട് അധികം ഡീൽ ചെയ്യാതെ കുറച്ച് ബാക്ക് ഓഫീസിലൊക്കെ അപ്പൊ അവരതിനനുസരിച്ചിട്ട് കമ്പ്യൂട്ടർ അവന് കൊടുത്തു. അവനെല്ലാ പണികളും ഒരു സാധാരണ ഒരു ക്ലറിക്കൽ ക്ലർക്ക് ചെയ്യണം അതേ ജോലികൾ ഇപ്പം അവൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവനെ ഇപ്പം നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പറയുകയാണ് നമ്മുടെ കുട്ടിയുടെ എന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കുറേ സമാധാനത്തിന് ഞങ്ങൾ അവനെ ജോലിക്ക് വിടുന്നു. രാവിലെ കൊണ്ടേക്കും, വൈകുന്നേരം പോയി കൊണ്ടുവരും. അതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ വീട്ടിലാണെങ്കിലും അവൻ എന്താണെന്ന് പറയുക എല്ലാ കാര്യത്തിലും ഞാൻ പലപ്പോഴും എൻ്റെ മൂത്തമോൻ എറണാകുളത്താണ്. അവൻ്റെ ആവശ്യത്തിന് വേണ്ടി വിട്ടു നിൽക്കാറുണ്ട്. അപ്പോൾ അവന് അച്ഛനും കൂടി ആ വീട് നോക്കല എല്ലാ കാര്യങ്ങളും അവനാ നോക്കുക. അവൻ ദോശ ഉണ്ടാക്കും. എല്ലാ പലഹാരങ്ങളൊക്കെ അവൻ സ്വയം ഉണ്ടാക്കും. കിച്ചൺ. പിന്നെ പാത്രം ഇപ്പം എന്തെങ്കിലും കഴുകുക ഒരു ഡ്യൂട്ടി ചെയ്യാച്ചാൽ അതിൽ
കൃത്യനിഷ്ഠതയാണ്. കൃത്യനിഷ്ഠയും ക്ലീനും പക്കയാവും. ഇപ്പൊ ഒരു പാത്രം മുറി വെച്ചാൽ അതിൽ നമ്മളാണ് ചിലപ്പോ പാത്രം അത്ര മതി എന്ന് വെച്ച് മാറ്റി വെച്ചാലും അവൻ കഴുകണ പാത്രത്തിൽ ഒരു കറയോ അങ്ങനെ ഭയങ്കര കൃത്യനിഷ്ഠതയാണ് ഇവർക്ക്. എല്ലാം വാഷിംഗ് മെഷീൻ കൊണ്ട് അതൊക്കെ നമ്മൾ ചിട്ടയായിട്ട് ചെറുപ്പത്തിൽ പഠിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ വാഷിംഗ് മെഷീനിൽ അവൻ കൊണ്ടുപോയിടും. കാരണം നമ്മളില്ലെങ്കിൽ അവന് ജീവിതം വേണമല്ലോ. പിന്നെ എല്ലാം അവൻ ഉണക്കും, അവൻ അയൺ ചെയ്യും. അച്ഛനടക്കം, അച്ഛൻ വയസ്സായി എന്നൊക്കെ പറയും, അവൻ പറയും അച്ഛന് ഞാൻ അയൺ ചെയ്ത് തരാന്നൊക്കെ പറയും. ഞാൻ തമിഴ്നാട് വർക്ക് ചെയ്യുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ വരുന്നത്. ആ സമയത്ത് എന്റെ ഡ്രസ്സ് കംപ്ലീറ്റ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ വരുമ്പോൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛനുള്ളത്. അതൊക്കെ കുറെ കാലമായി തുടങ്ങി. നമ്മള് അവനൊരു 10 ക്ലാസ് കോൺട്രാസ്റ്റുകൾ ഇപ്പൊ പറയും. ഇപ്പൊ ബാങ്കിലൊക്കെ പോവാച്ച ഒരു ദിവസം ഒരു ഡ്രസ്സേ ഇടൂ, ഒറ്റ പിന്നെ അത് എളുപ്പില്ല. അപ്പം പറയും ഇത് ഒറ്റ ദിവസം ഇട്ടാൽ മതി പറയും. അവനെല്ലാം സെലക്ട് ചെയ്യും. ഞാനത് പിന്നെ ഒരു കടയിൽ പോയാലും അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ കുറേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ അവൻ അതിനൊക്കെ സ്വയം പര്യാപ്തനായി. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളിത്തരം മക്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ അത് സമൂഹം തിരിച്ചറിയണം. എന്നാലേ അവർക്കും നിലനിൽപ്പ് ഉണ്ടാവുക, അവരും ഇവിടെ ജീവിക്കാൻ അർഹതയുള്ളവരല്ലേ. അതെ, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരം നിങ്ങളെ പോലുള്ളവരൊക്കെയാണ് അതിന്റെ മുമ്പിൽ നിന്നതും. അതൊരു വലിയ ഉപകാരമാണ് ഇത്തരം കുട്ടികൾക്ക് ചെയ്യാൻ. നമുക്ക് കുട്ടികളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം, ജനങ്ങളെ അറിയിക്കണം. നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓട്ടിസം കുട്ടികൾ കഴിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഉള്ളവരിന് ഇല്ലാത്തവരും നമുക്ക് സമൂഹം അറിയണം. അറിഞ്ഞാൽ തന്നെ അവന് ചേർത്തി പിടിക്കുള്ളൂ. പലവരും ഇങ്ങനത്തെ കുട്ടികളിനെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചൊതുക്കി വെച്ചിരിക്കുന്ന പതിവാണ്. ഇവരിനെയൊക്കെ പുറത്തു കൊണ്ടുവരണം. അവർക്ക് സമൂഹത്തിൽ എല്ലാവരുമാതിരി ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവർ സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പം നമ്മുടെ ഓട്ടിസം കുട്ടികളുള്ള അമ്മമാരും രക്ഷിതാക്കളൊക്കെ നിറയുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താ ഒരു ഉപദേശം കൊടുക്കാൻ ഉള്ളത്? ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഇന്നലെ നമ്മളൊരു ഇതിന് പോയി. അപ്പോൾ അവിടുത്തെ ഒരു നമ്മളെ ഗൈഡ് ചെയ്യണ ഒരാൾ പറഞ്ഞു ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു. നമ്മൾ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനെ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടി ഒരു സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പല ഉപദേശങ്ങൾ നമുക്ക് പാരൻസിനാണ് തന്നത്. സമൂഹത്തിനേക്കാൾ ഉപരി പാരൻസ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്. നമ്മൾ മക്കളെ അടച്ചിടാതെ സമൂഹത്തേക്ക് ഇറക്കുക, നമ്മളൊപ്പം സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ വയ്യാത്ത കുട്ടികളുടെ ലെവലിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹം എങ്ങനെ ആവും? അതെ, നമ്മുടെ കുട്ടി, നമ്മുടെ ഒപ്പമുള്ളൊരു കുട്ടി എങ്ങനെയാണോ, മൂത്ത കുട്ടിയോ താഴെ കുട്ടിയോ അവരെങ്ങനെയാണോ അതേ കണ്ണുകൊണ്ടുകൂടി ഈ കുട്ടിയോട് കണ്ട്, കുട്ടീനെയും കണ്ട് അവൾക്ക് അല്ലെങ്കിൽ അവനെന്ത് പറഞ്ഞു കൊടുക്കണോ അതന്നെ ഇവനോട് ചെയ്തു കൊടുത്ത്, അവർക്ക് എന്ത് പഠിപ്പിക്കണോ അത് പഠിപ്പിച്ച്. ഇപ്പോൾ ടോയ്ലറ്റ് ഹാബിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നിത്യജീവിതത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവനും പറ്റും. അവനെ ചിലപ്പോൾ നമ്മുടെ നോർമൽ എന്ന് അത് പറയാൻ പാടില്ല. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു പദം. എങ്കിലും പറയട്ടെ, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെക്കാൾ ഇവര് കൂടുതൽ നന്നായിട്ടാണ് ചെയ്യുക. അത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ മോനെ ഇപ്പം ഇത്തരം കഴിവുകളുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ജനിക്കുമ്പോൾ ഇതുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. ഇവൻ്റെ പിന്നെ ഓരോരോ ഇങ്ങനെ അവൻ്റെ ഏട്ടൻ ഭയങ്കര അവനെ ഇങ്ങനെ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ 18 വയസ്സ് വരെ അവനൊപ്പമാണല്ലോ. പിന്നെ അവൻ ഹയർ സ്റ്റഡീസിന് പോയപ്പോഴാണ് അവൻ വേറെ പോയത്. അതുവരെ ഇവരൊപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയ ഡേറ്റുകൾ, പിന്നെ ഈ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ, ഒരു സ്പൂൺ വാങ്ങിയാൽ പോലും ആ ഡേറ്റ് ഓർത്ത് വെക്കും. നമ്മളത് ഓർക്കില്ല. അപ്പോൾ അവൻ പറയും ഇന്ന സമയത്ത് വീട്ടിൽ വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ ഇതൊക്കെ ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ ഡേ പറയുക, ഡേറ്റ് പറയുക. അപ്പോൾ മൂത്ത മോൻ പറയും എന്തോ അമ്മേ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് അമ്മേ, ഇവനെന്തോ അങ്ങനെയാണ് ഞങ്ങളിത് തിരിച്ചറിഞ്ഞത്. പിന്നെ ഈ കലണ്ടർ ഞാൻ പറഞ്ഞില്ലേ, കലണ്ടർ ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോരോ തെളിവുകൾ കൂടെ അവർ കാട്ടി തരുന്നുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയണം. അവര് ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചു തരും, അതിൽ നമ്മൾ പിടിച്ചു തൂങ്ങി പിന്നാലെ പോകണം. കറക്റ്റ്, അതാണ് വേണ്ടത്. അതാണ്. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഈ സംഘടനകൾ, ഇപ്പം നിങ്ങളെപ്പോലുള്ള യൂട്യൂബിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇതിങ്ങനെ ഇത്തരം കുട്ടികളുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവന്നാൽ ഇവർക്ക് ഒരുപാട് മാറ്റം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. ഇവർ സമൂഹം ചേർത്ത് നിർത്തുമായിരിക്കും അല്ലേ? അതിനാണ് നമ്മൾ ആഗ്രഹിക്കണം. കാരണം നമ്മുടെ മക്കൾ നമ്മളില്ലാത്തൊരു കാലത്ത് ജീവിക്കണം അല്ലേ? അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ മകനെ നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിക് അറിയുക എന്നുള്ളത് പറയുന്നതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷം. നിങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു വീട്ടിൽ, അതുകൊണ്ടാണ് കുറച്ച് സമയം വൈകിച്ചത്. ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ ചാനലിൽ ഇതുപോലെ മോന് ഇതുപോലെ ഒരു മാമയെ കിട്ടിയത്, ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരു മാമനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് സത്യം. നമ്മൾ അതിന് ചാനലിലൊക്കെ അതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്താ പറഞ്ഞാൽ സമൂഹത്തിൽ ധാരാളം ജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ഉണ്ട്. നല്ല നല്ല യുവാക്കൾ ഇഷ്ടംമാരുണ്ട്. പഴയ തലമുറ മാതിരിയല്ല ഇന്നത്തെ തലമുറകൾ. ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ നിറയെ ജനങ്ങൾ രംഗത്തുണ്ട്.
ദുഷ്ടമനസ്സന്മാർ കുറച്ചേ ഉള്ളൂ, അവരുണ്ട് കുറച്ചേ ഉള്ളൂ, നല്ലവർ ഒരുപാടുണ്ട്. അപ്പൊ അവര് നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുക, പുറത്ത് കൊണ്ടുപോവുക, നടക്കാൻ കൊണ്ടുപോവുക, അവരായിട്ട് ഒന്ന് കളിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക, ഒരു സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുക, അവരൊരു ചങ്ങാതിമാരായി കൂട്ടിക്കൊണ്ടുപോയി നമ്മളെക്കാളും മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കും സമൂഹത്തിൽ ഇവൻ്റെ കൂട്ടുകാർക്ക്. അങ്ങനെ ഒരു കൂട്ടുകാർക്ക് ഇവർ ഉണ്ടാക്കി ശ്രമിക്കുക, അതിന് ജനങ്ങൾ മുന്നോട്ട് വരണം. ഇപ്പോൾ സൽമാൻ കുറ്റിക്കോട് പറഞ്ഞിട്ട് ഇവിടെ ചെറുപ്പുൾ പാലക്കാടുള്ള അവനൊക്കെ ഉണ്ട്, അവനെയൊക്കെ കൂട്ടുകാരാണ് മാറ്റിയെടുത്തത്. അപ്പോൾ നമ്മ അച്ഛനമ്മമാരിനെക്കാട്ടിയും കൂടുതൽ ഒരു കൂട്ടുകാരനേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ ചില വ്യക്തികൾക്ക് ഇവർ കൂട്ടുകൂടി മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ സമൂഹം മുന്നോട്ട് വരണം, പിന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ രക്ഷിതാക്കളും ഇങ്ങനത്തെ കുട്ടികളുടെ അതിന് അനുസരിച്ച് വിട്ടുകൊടുക്കണം. പക്ഷെ വിശ്വസ്തതയുള്ളവരുടെ കൂടെ അയക്കാനും പറ്റുള്ളൂ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറയുക, കാലഘട്ടം വളരെ മോശമാണ്, അതും കൂടി ശ്രദ്ധിക്കണം. സത്യസന്ധരായവരുടെ കൂടെ നമ്മൾ അയച്ച് അവന് മുന്നിലേക്ക് കൊണ്ടുവരണം. പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന കുറെ സംഘടനകൾ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ ഇടപെട്ട് നമ്മുടെ അബൂബക്കർ സാറ്, CP അബൂബക്കർ സാറ്, ഹാജിറമാം, അങ്ങനെ അവര് കുറെ പേര് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ കുറെ ഉണ്ട്. അവരാണ് ഈ ബഡി സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ നല്ലൊരു ചേഞ്ച് ആണല്ലോ വരുന്നത്. നമ്മളവിടെ കണ്ടതാണല്ലോ ഇന്നലെ നമ്മൾ സാറ് കോളേജിൽ പോയപ്പോ എത്ര കുട്ടികളെ ഇത്തരം കുട്ടികളെ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് തുടക്കമാണ്. ഇത് ഈ ബഡി സിസ്റ്റങ്ങളൊക്കെ തുടക്കമാണ്. ഇതിങ്ങനെ ആദ്യം കുറച്ച് വലിയ ശക്തിയൊന്നും ഉണ്ടായില്ല, പിന്നെ തുടങ്ങിയിട്ടാണ് ഇത് വലുതായി വരിക. നമ്മ പലവരും ചെയ്ത് തുടക്കൂട്ടതിൻ്റെ കാര്യങ്ങൾ നമ്മന്ന് അനുഭവിക്കുന്നത്. അപ്പം നമ്മ തുടക്കൂട്ടതിൻ്റെ കാര്യമാണ് വരുന്ന തലമുറ അനുഭവിക്കുക. അല്ലാണ്ട് ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ തുടക്കൂടണം ഇതിനൊക്കെ. ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ വേറെയും കുറച്ച് ക്ലബ്ബുകളായിട്ടൊക്കെ ഇതിന് പ്രവർത്തിക്കുന്ന ക്ലബ്ബ് എന്നല്ല, ഇതിന് പേര് ഇതുപോലെ സംഘടന ഓട്ടിസം ക്ലബ്ബ് എറണാകുളം. അത് ഞങ്ങൾക്ക് CP സാറ് ഡയറക്റ്റ് ചെയ്ത്, അബൂബക്കർ സാറ് ഡയറക്റ്റ് ചെയ്ത് തന്നെ പരിചയപ്പെടുത്തി തന്നാണ്. പിന്നെ ഞങ്ങൾക്ക് തിരുവനന്തപുരം നിഷ്ഠായിട്ട് പ്രവർത്തിക്കാൻ അവസരം സാറ് ഒരുക്കി തന്നിട്ടുണ്ട്. അവിടെ സാമൂഹ്യക്ഷേമ വകുപ്പ് ഗവൺമെന്റിന്റെ ആയിട്ട് ഇടപെട്ട് അവരും കൂടെ ചേർന്നിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാറ്, അതെന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ഇതിൽ താല്പര്യമുണ്ട്. ഈ കുഞ്ഞിങ്ങനെ കാര്യത്തിൽ നമ്മൾ ഇത്രയും പ്രവർത്തിക്കൊണ്ടാണ് അവർ സാറ് അതിനൊക്കെ ഡയറക്റ്റ് ചെയ്ത്. അപ്പം ഇത്തരം മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു നമ്മൾ പാരൻസ് ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളെ കുറേ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ചത്. അത്രയേ ഉള്ളൂ. എനിക്കിതൊന്നും അറിയണ ഓട്ടിസം എന്താണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണം സത്യം പറഞ്ഞാൽ അറിഞ്ഞൊരു കാലത്തല്ല അങ്ങനെ ഒരു കുട്ടി. പക്ഷെ ഇവര് നമ്മളെന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കളിലൂടെ പലതും പഠിക്കുകയാണ്. നമ്മുടെ മക്കൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ കഴിവുകളിൽ കൂടിയാണ് അല്ലേ, അല്ലാതെ കഴിവില്ലായ്മയിൽ കൂടെ അല്ല. അതൊന്ന് സമൂഹം അറിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഇനി ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കും. നമ്മൾ പാരൻസും കൂടെ കൂട്ടായ പ്രയത്നമായ നടത്തി കഴിഞ്ഞാൽ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീടിന്റെ വിളക്കാണ്, അവര് നമ്മുടെ ഗിഫ്റ്റാണ്. അത് ഇവരെ സ്നേഹിച്ചാൽ പിന്നെ വിട്ടുപിരിയാൻ കഴിയില്ല. ഇവര് നിഷ്കളങ്കരാണ്. അതാണ് ഇതിനെ പറ്റി മനസ്സിലായി. നമ്മൾ പിന്നെ ആദ്യം കാണുമ്പോഴൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ നമ്മളെ ഉപദ്രവിക്കുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ നമുക്ക് പേടിയുണ്ടാവും. പക്ഷെ ഇവർ അടുത്ത് ഇടപഴകിക്കഴിഞ്ഞാൽ ഇവരിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ഉപദ്രവിക്കില്ല. അവർ നിഷ്കളങ്കരായ സത്യസന്ധരായ കുട്ടികളാണ്. അവരിനെ അടുത്ത് അറിയണം. നമ്മള് നോർമൽ എന്ന് പറയുന്നവരാണ് പലതും മൂടി വെക്കലും കള്ളക്കളിയൊക്കെ ഉള്ളത്. അതില്ല, എല്ലാം അത്രയും ഓപ്പൺ ആയിട്ട്. അതുകൊണ്ട് അത് തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി അച്ഛനെന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയില്ല. പിന്നെ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ ബാങ്കുകളിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓട്ടിസം കുട്ടികൾക്ക് ഇപ്പോൾ 1% റിസർവേഷൻ ഉണ്ട്. പക്ഷേ ശരിക്കും പ്രാക്ടിക്കലായിട്ടൊന്നും വരുന്നില്ല. കാരണം ഇവരുടെ കട്ട് ഓഫ് മാർക്കും മറ്റേ കട്ട് ഓഫ് മാർക്കും ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പോൾ 5 തവണ പ്രിലിമിനറി പാസ്സായി മെയിൻ എഴുതുമ്പോൾ നോട്ട് എലിജിബിൾ എന്നാണ് പറയുന്നത്. എന്താ കാരണം പോലും അറിയില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് അറിയാൻ പറ്റി അവർ കട്ട് ഓഫ് മാർക്ക് അയച്ചു തന്നു. ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് കിട്ടിയത്. അപ്പോൾ ചെറിയ വ്യത്യാസമാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി ആ ടാർഗറ്റ് വെച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ അവർ കട്ട് ഓഫ് മാർക്ക് താഴ്ത്തി തരണം. ഇപ്പോൾ അവന് ആളുടെ ടെസ്റ്റ് എഴുതി മറ്റേ അപ്രന്റീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ടെമ്പററി ബേസിൻ്റെ ഒരു കൊല്ലത്തേക്കാണ്. ഇപ്പോൾ അവന് ബാങ്കിൽ പോകുന്ന താല്പര്യമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ആ തലത്തിൽ തീരുമാനം എടുക്കണം. ഇപ്പോൾ കേരള PCS സംബന്ധിച്ച് ഇത്ര കാലം ഓട്ടിസത്തിന് യാതൊരു റിസർവേഷനും ഇല്ല. അത് ആലോചന തുടങ്ങിയിട്ട് 5-6 വർഷമായി. ഇപ്പോഴവരൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ജോലി ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പോഴായിട്ടില്ല. അപ്പൊ നമ്മുടെ തലമുറ കഴിയുമ്പോഴേക്കൊക്കെ അത് വരുമോ നമുക്ക് അറിയില്ല. നമുക്കായില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ആയ ഗുണമായിരുന്നു. അതാണ്. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് ഭാഗത്ത് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കഴിവുള്ള പ്രതിഭകളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ആക്കാം. അല്ല, ഇങ്ങനത്തെ കഴിവുള്ള പ്രതിഭകളെ ഗവൺമെന്റ് കണ്ടെത്തി പിന്നെ മുന്നിലേക്ക് ഇട്ട് കൊണ്ടുവരാനാണ്. ഇവർ രക്ഷിതാക്കൾ ഇങ്ങനത്തെ കുട്ടികളെ ഈ നിലയ്ക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും.
ഇപ്പൊ ഓട്ടിസത്തില് മിക്കവാറും ഓട്ടിസം നല്ല ഇങ്ങനെ നമ്മൾ കുറച്ച് ഇത്ര കുട്ടികൾ എല്ലാവർക്കും ഉണ്ട് കഴിവ്. അത് നമ്മൾ തിരിച്ചറിയാൻ വൈകുമ്പോഴാണ് കുട്ടികളെ എവിടെ എത്താതെ പോകണം. പിന്നെ ഇവർക്കും സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ എന്റെ മോൻ പറയും ഇനി ഇവിടെ തന്നെ, അവനിപ്പോ അപ്രന്റീസ് ആണ്, 1 വർഷത്തേക്കുള്ളൂ അവനറിയാം. അവൻ പറയും ഇവിടെ തന്നെ എനിക്ക് ടെസ്റ്റ് എഴുതി പാസ്സാവണം. എപ്പോഴും ഇപ്പൊ അതിനുവേണ്ടി അവൻ പഠിക്കാനൊരു ശ്രമമുണ്ട്. അവൻ സ്വയം അവന് തോന്നി തുടങ്ങി ഇവിടെ തന്നെ നീ പഠിക്കണം, ജോലി ചെയ്യണം, നീ പഠിക്കണം എന്ന്. അപ്പൊ അവർക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പറയുക. അത് നമ്മള് അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക. അത്ര നമുക്ക് അത് നമ്മളായാലും സമൂഹ ഗവൺമെന്റ് തലത്തിൽ ഗവൺമെന്റ് ആണ് ചെയ്യാനുള്ളത്. സമൂഹം ചെയ്തുകൊണ്ട് അത് ജോലികളായില്ലല്ലോ. ഗവൺമെന്റ് തലത്തിൽ സംഭരണം ഗവൺമെന്റിന് ഏർപ്പെടുത്തണം. ഗവൺമെന്റ് ആലോചിച്ച് വരുമ്പോഴേക്കും കാലങ്ങൾ കഴിയും. അങ്ങനെയാണ് അവരുടെ ജീവിതവും കാലങ്ങളും കഴിയും. ഇതിനെല്ലാം താമസമാണ് നേരിടുന്നത്. ജോലി ചെയ്യാൻ പറ്റുമോ ആലോചിക്കുന്നേ ഉള്ളൂ. അതെ, ആലോചിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളാണെങ്കിലും ബാങ്കിൽ പോയിട്ട് അവന് ഇത്ര കഴിവുണ്ട് ആദ്യം പറഞ്ഞു. അവർക്കത് തുടക്കത്തിൽ അവർക്ക് വിശ്വാസമാവില്ല. പിന്നെ അവന്റെ കഴിവ് കണ്ടിട്ട് അവര് പറഞ്ഞ ഇത്രയും അവൻ ചെയ്യണം, ഞങ്ങളെക്കാൾ ചെയ്യണമെന്ന് അവര് അവരൊക്കെ പറഞ്ഞ ഞങ്ങളെക്കാൾ അവന് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ. ഇപ്പൊ അവൻ പറഞ്ഞ അവിടുത്തെ സിസ്റ്റം സ്ലോ ആണ്. എപ്പോഴും വീട്ടിൽ വന്നാൽ അതാ പറയാ. വീട്ടിലത്തെ അവിടെ പറയും ഇത്രേ ബാങ്കിലെ സിസ്റ്റം സ്ലോ, അവിടെ വീട്ടിലെ സിസ്റ്റം നല്ല സ്പീഡില്ല. സിസ്റ്റത്തിന് സ്പീഡില്ല. അതാ അവന് വിഷമം. കമ്പ്യൂട്ടർ സിസ്റ്റം പോലും ഇവരുടെ സ്പീഡിനനുസരിച്ച് വരുന്നില്ല. അതാണ് മുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർ ചോര, കൂന്തൽ മീനു കാഞ്ഞാറ്റുവേല, കൂന്തൽ മീനു കാഞ്ഞാറ്റുവേല. നിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലി കാടടി മുടി ഉലയണ കലപില പോലെ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലിക്കാടടി മുടി ഉലയണ കലപില പോലെ. സൂപ്പർ. അപ്പൊ ഷാഹിമ ഷിജാസിന്റെ വാപ്പാന്റെ സഹോദരന്റെ മകളാണ് ഷാഹിമ. അതായത് ഷിജുവിന്റെ ആന്റിന്റെ മോള് അല്ലേ? നല്ല പാടില്ലേ. അപ്പൊ സുജിത്തും സുജിത്തിന്റെ അമ്മയൊക്കെ ചേർന്നിട്ട് നല്ലൊരു പാട്ട് പാടി. അപ്പൊ അവരിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. അവൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം വീഡിയോ. ഇത്തരം കുട്ടികൾക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടിപൊളി.